നമസ്കാരം. നമ്മുടെ നാട്ടിൽ ആട്, തേക്ക്, മാഞ്ചിയം എന്ന് പറയുന്ന ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ തേക്ക് കൃഷി, ആട് കൃഷി നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ഇന്നേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് 1990 എൻ്റെ വീട് നിൽക്കുന്നിടത്തെ ഒരു 30 സെൻറ്റ് സ്ഥലത്ത് തേക്ക് നടുകയുണ്ടായി. ഇന്ന് അതൊക്കെ വളർന്ന് വലിയ വലിയ തടികളായിട്ടുണ്ട്. അതെന്ത് വിലയ്ക്ക് വിൽക്കാൻ കഴിയും, എന്ത് വിലയ്ക്ക് വിൽക്കാൻ കഴിയില്ല എന്നൊന്നും ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. അതൊക്കെ ഞാനിപ്പോൾ തൽക്കാലം ഉടനെ വിൽക്കാനൊന്നും പ്ലാനില്ല. പിന്നെ വില കിട്ടുകയാണെങ്കിൽ നോക്കാം, അതാണ് സ്റ്റൈല്. വിറ്റിട്ട് അരി മേടിക്കണ്ട എന്നുള്ള ഒരു പക്ഷം. പക്ഷെ ഞാൻ തേക്ക് നട്ടതിന് ശേഷം 1990 പഴയ ആൾക്കാർക്ക് അല്പം പിന്നോട്ട് പോയി ആലോചിച്ചാൽ അറിയാൻ കഴിയും. 90 കാലഘട്ടത്തിലൊന്നും തേക്ക് കേരളത്തിൽ എവിടെയും നട്ടിട്ടില്ല, സ്വകാര്യ ഭൂമിയിൽ എങ്ങും നട്ടിട്ടില്ല. ആദ്യകാലത്ത് നട്ട ഒരു തേക്ക് തോട്ടമാണ് എൻ്റെ ആ 30 സെൻറ്റിനകത്തുള്ള തേക്ക് തോട്ടം. ഞാനതിൽ 300 മൂടാണ് നട്ടത്. 300-ൽ കുറേയൊക്കെ കഴവെട്ടി മാറ്റാവുന്ന കണ്ടായിരുന്നു നട്ടത്. പക്ഷെ പിന്നെ കടയ്ക്കൊന്നും ആവശ്യമില്ലാതെ കാറ്റാടിക്കഴകൾ ആ മേഖലയിലോട്ട് കടന്നു വന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ കാറ്റടിക്കഴിക്കാരും ആവശ്യക്കാരില്ലാതായി. അങ്ങനെ പിന്നെ അതവിടെ അങ്ങ് നിന്നുപോയി. ഇപ്പം സാമാന്യം നല്ലൊരു ആസ്തിയായിട്ട് അത് വളർന്നു നിൽക്കുന്നു. ഈ 44 വർഷങ്ങൾക്ക് ശേഷം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അല്ല, 44 34 വർഷത്തിന് ശേഷം, തെറ്റിപ്പോയി, സോറി, ആരും തല്ലാൻ വരരുത്. പിന്നീട് ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഏകദേശം 2003-2004 കാലഘട്ടത്തിൽ എനിക്ക് വ്യാപകമായിട്ട് കൃഷി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഒന്ന് തോന്നി ഒരു ആട് ഫാം തുടങ്ങണമെന്ന്. എനിക്കതിന് മതിയായ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെങ്ങന്നൂരിലെ എൻ്റെ വീട്ടിൽ ആട് ഫാം തുടങ്ങി 55 ആടുകളെ വരെ ഞാൻ വളർത്തിയെടുത്ത്. 55 വരെ ആയപ്പം കപ്പാസിറ്റിക്ക് പുറത്തായി എന്ന് കണ്ടു കഴിഞ്ഞപ്പം വിറ്റ് കൈ ഒഴിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആട്ടുകൃഷി ലാഭം, തേക്കിന്റെ കാര്യം പറഞ്ഞ മാതിരി ലാഭമാണെന്ന് എനിക്ക് അന്ന് ബോധ്യമായതാണ്. ഇനി നമുക്ക് തേക്ക് കൃഷിയോട് തിരിച്ചു വരാം. 1990 ഞാൻ തേക്ക് നട്ട് അതിന്റെ വളർച്ച കണ്ടിട്ട് അന്നത്തെ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്തു. ഒപ്പം തന്നെ അക്കാലത്തെ, ഞാൻ കമ്പനികളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, വലിയ കമ്പനിക്കാരൊക്കെ വന്ന് ഇതിന്റെ ഇരുന്നും കിടന്നും മലന്നുമുള്ള ഷോട്ടുകളും വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്തോണ്ട് പോയി. പല കമ്പനിക്കാരും ആ ഫോട്ടോ കാണിച്ച് കാശുണ്ടാക്കിയെന്നൊക്കെ പിന്നീട് അറിഞ്ഞ്. പോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ എന്നിരുന്നാലും അന്ന് 34 വർഷം മുൻപ് അന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടായത് കൊണ്ടാണ് ഇന്ന് അത് എനിക്ക് നല്ലൊരു ആസ്തിയായിട്ട് വളർന്നു നിൽക്കുന്നത്. അതിനുശേഷം എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്കറിയാം, കൃഷിയുമായിട്ട് എനിക്കൊരു വല്ലാത്ത ബന്ധമാണുള്ളത്. തക്കതായ പരിജ്ഞാനം ഉണ്ട് ആ മേഖലയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആട് ഫാം കാണാൻ പോയി. നല്ല ഇനം ആടുകളുടെ ഒരു ഫാമാണ്, ചെറുതും വലുതും കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പം അവര് എങ്ങനെയാണ് എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ പറ്റും നോക്കിയാണല്ലോ. സിനിമയിലോട്ടൊന്നും ഈ ആടുകളെ വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നതെന്ന് എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പം ടോട്ടലി ഫാം വന്നിട്ട് ഒരാൾ ഫണ്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ആടുകളെ മറ്റ് ചെറിയ തോതിൽ ഫണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതായത് ഒരു 15,000 രൂപ വീതമാണ് ഒരു യൂണിറ്റിന്, ഒരാടിന് കൊടുക്കുന്നത്. അങ്ങനെ ഈ 15,000 രൂപ മുടക്കാൻ തയ്യാറുള്ള ആൾക്കാരെ കുറെ പേരെ കൂടെ ചേർത്താണ് അവരെ ഫാം തുടങ്ങിയിരിക്കുന്നത്. വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ആടുകളുടെ
വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. എനിക്കത് വളരെ നല്ല ഒരു പദ്ധതിയായിട്ട് തോന്നി. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. അപ്പം ശരി, ലാൽ സലാം.